മളവിയാണേ. ഇന്ന് നമുക്കൊരു പുതിയ ഐറ്റം ഉണ്ടാക്കിയാലോ? നമ്മുടെ പൊറോട്ടയാണ് കേട്ടോ ഇന്നത്തെ മെയിൻ ക്യാരക്ടർ. അതിൻ്റെ കൂടെ ഹോർലിക്സും പാലും വേണേ. ആദ്യം നമുക്ക് പാല് കാച്ചാം, എന്നിട്ട് ഇതുപോലെ നോക്കി നിൽക്കാം. ഇത് കണ്ടപ്പോഴേ കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായി കാണും. അതെ, ഇത് നമ്മുടെ ഷെഫ് പിള്ളയുടെ പാൽ പൊറോട്ടയാണ്. പാൽ വെറുതെ കാച്ചിയാൽ മാത്രം ടേസ്റ്റ് കിട്ടൂല, കുറച്ച് കുറുകി വന്നാലേ ഇതിന് റിയൽ ടേസ്റ്റ് അറിയൂ. പാല് കുറുന്ന സമയം കൊണ്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഹോർലിക്സും പഞ്ചസാര ഇട്ട് വെക്കാം. പഞ്ചസാര നിങ്ങളുടെ ഇഷ്ടത്തിന് മതി കേട്ടോ. ഇതുപോലെ കുറുകി വന്ന പാല് നമുക്ക് അതിനകത്തോട്ട് ചേർക്കാവേ. എൻ്റെ മോനെ, ഇതെല്ലാം കൂടെ മിക്സ് ആകുമ്പോൾ ഒരു മണമുണ്ട്, അടിപൊളിയാണേ. ഇനിയാണ് മെയിൻ പരിപാടി. ഒരു പാത്രം എടുത്ത് നമ്മുടെ പാല് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കണേ. എന്നിട്ട് അതിൻ്റെ മീതെ ഒരു പൊറോട്ട ഇടണം. പിന്നെ അതിൻ്റെ മീതെ പിന്നെയും പാലൊഴിക്കുക. അങ്ങനെ മതിയാവുന്നവരെ നിങ്ങളിത് റിപ്പീറ്റ് ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ മുകളിൽ കുറച്ച് ഹോർലിക്സ് കൂടെ ഇട്ട് കൊടുത്താൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കുമേ. ഞാനൊരു 4-5 പൊറോട്ട എടുത്തായിരുന്നേ. അങ്ങനെ നമ്മുടെ സാധനം ഇവിടെ റെഡിയായി. ഇതൊരു 15 മിനിറ്റ് അനങ്ങാതെ വെക്കണേ, എന്നാലേ പൊറോട്ട നന്നായിട്ട് കുതിരോളെ. അങ്ങനെ നമ്മുടെ സാധനം ഇവിടെ റെഡിയായി. എനിക്കാണെങ്കിൽ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ടേസ്റ്റ് ചെയ്യാൻ. ആ മണം അടിച്ചിട്ട് സഹിക്കാൻ വയ്യ. അങ്ങനെ നമ്മൾ ടേസ്റ്റ് ചെയ്യുവാണേ. എൻ്റെ മോനെ, വേറെ ലെവലിൽ സാധനം. എനിക്കങ്ങനെ പൊറോട്ട അത്ര ഇഷ്ടമല്ല, പക്ഷേ ഇതെനിക്ക് ഉണ്ടാക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ സച്ചുവിന് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തേ. ഇപ്രാവശ്യം സച്ചുവിന് ഫസ്റ്റ് കിട്ടിയില്ല, കാരണം എനിക്ക് ടേസ്റ്റ് ചെയ്തോളാൻ വയ്യാതിരിക്കുകയാണ്. അങ്ങനെ അവനും ഇഷ്ടപ്പെട്ടെ. നിങ്ങളെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടിപൊളി സാധനം.